ആന്ധ്രയിൽ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു അധികാരമേൽക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. శాసనం ద్వారా నిర్మితమైన భారత రాజ్యాంగం పట్ల నిజమైన విశ్వాసం విధేయత చూపుతానని భారతదేశ సార్వభౌమాధికారాన్ని సమగ్రతను కాపాడుతానని ఆంధ్రప్రదేశ్ రాష్ట్ర ముఖ్యమంత్రిగా నా కర్తవ్యాలను శ్రద్ధతో అంతఃకరణ శుద్ధితో నిర్వహిస్తానని భయం కానీ పక్షపాతం కానీ రాగద్వేషాలు కానీ లేకుండా రాజ్యాంగాన్ని శాసనాలను అనుసరించి ప్రజలందరికీ న్యాయం చేకూరుస్తానని దైవ సాక్షిగా ప్రమాణం చేస్తున్నాను. నేను నారా చంద్రబాబు నాయుడు అనే నేను ఆంధ్రప్రదేశ్ రాష్ట్ర ముఖ్యమంత్రిగా నా పరిశీలనకు వచ్చిన లేదా నాకు తెలియవచ్చిన ఏ విషయాన్ని నా కర్తవ్యాలను సక్రమంగా నిర్వహించేందుకు అవసరమైన మేరకు తప్ప ప్రత్యక్షంగా కానీ పరోక్షంగా కానీ ఏ వ్యక్తికి లేదా వ్యక్తులకు తెలియపరచనని లేదా వెల్లడించని దైవ సాక్షిగా ప్రమాణం చేస్తున్నాను. गौरवनीय गवर्नर गारी अनुमतिతో ആന്ധ്രാപ്രദേശ് നാലാം തവണയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ചന്ദ്രബാബു നായിഡു നാലാം തവണയും മുഖ്യമന്ത്രിയെ അധികാരമേൽക്കുന്നത്. വൻ ഭൂരിപക്ഷത്തോടെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. വലിയ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. 10 വർഷത്തെ YSR കോൺഗ്രസിൻ്റെ ഭരണത്തിന് വിരാമം കുറിച്ചുകൊണ്ടാണ് ആന്ധ്രയിൽ തെലുങ്കുദേശം പാർട്ടി അധികാരത്തിൽ എത്തുന്നത്. ഇത്തവണ തെലുങ്കുദേശം പാർട്ടിയും BJPയും പവൻ കല്യാണിന്റെ ജനസേനയും ഒരുമിച്ച് ചേർന്നാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഈ മത്സരത്തിൽ YSR കോൺഗ്രസിനെ 10 വർഷം കാലം ആന്ധ്ര അടക്കി ഭരിച്ച YSR കോൺഗ്രസിനെ നിലംപരിശാക്കിയുള്ള വിജയമാണ് ചന്ദ്രബാബു നായിഡുവിന് നേടാൻ കഴിഞ്ഞത്. 175 അംഗ നിയമസഭയിൽ 135 സീറ്റുകൾ തനിച്ച് തെലുങ്കുദേശം പാർട്ടിക്ക് ലഭിക്കുന്നു. 21 സീറ്റ് ജനസേനയ്ക്കും 8 സീറ്റ് BJPക്കുമാണ് ആന്ധ്രാപ്രദേശിൽ ലഭിച്ചത്. ഈ വലിയ വിജയത്തിൻ്റെ അലയൊലികളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. വേദിയിൽ പവൻ കല്യാണുണ്ട്, ചന്ദ്രബാബു നായിഡുവുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ചന്ദ്രബാബു നായിഡുവിനെ അഭിനന്ദനം അർപ്പിക്കാനും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനുമായി എത്തിയിരിക്കുകയാണ്. വിജയവാഡയിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. വലിയ ജനക്കൂട്ടമാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ചന്ദ്രബാബു നായിഡുവിൻ്റെ പതാകയുടെ കളറുള്ള മഞ്ഞ നിറത്തിലുള്ള പതാകകൾ വീശി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയാണ്. വലിയ ആവേശത്തിലാണ് പാർട്ടി പ്രവർത്തകർ. കാരണം വലിയ അട്ടിമറിയാണ് ആന്ധ്രയിൽ സംഭവിച്ചത്. കാരണം
കഴിഞ്ഞ 10 വർഷക്കാലവും പ്രതിപക്ഷത്തിന് കാര്യമായ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയായിരുന്നു. ജഗൻമോഹൻ റെഡ്ഡി അടക്കി ഭരിച്ച ആന്ധ്രയിൽ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് YSR കോൺഗ്രസിന്റെ അസ്ഥിവാരം തോണ്ടുന്ന വിജയമാണ് ഇത്തവണ തെലുഗുദേശം പാർട്ടിക്ക് ആന്ധ്രയിൽ നേടാൻ കഴിഞ്ഞത്. വലിയ മുന്നേറ്റം. ഒരിക്കൽ ആന്ധ്രയിൽ തെലുഗുദേശം തകർന്നടിഞ്ഞുവെന്ന് കണക്കുകൂട്ടിയ രാഷ്ട്രീയ നിരീക്ഷകരുടെ അടക്കം എല്ലാ കണക്കുകൂട്ടലുകളെയും കാറ്റിൽ പറത്തുന്ന വിജയമാണ് ആന്ധ്രാപ്രദേശിൽ തെലുഗുദേശം പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞത്. പാർട്ടി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിനെ ജയിലിൽ അടച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആന്ധ്രയിൽ അങ്ങോളം ഇങ്ങോളം പ്രചരണത്തിൽ എടുത്തുകാട്ടിക്കൊണ്ടായിരുന്നു ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ പ്രവർത്തനങ്ങളുമായി തെലുഗുദേശവും BJPയും ജനസേനയും മുന്നോട്ട് പോയത്. ആ പ്രചരണം വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ അസ്ഥിവാരം തോണ്ടുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ബലത്തോടു കൂടിയാണ് തെലുഗുദേശം പാർട്ടിക്ക് ആന്ധ്രയിൽ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞത്. ഒരു കാലത്ത് ആന്ധ്രയുടെ അതികായകനായ നേതാവായിരുന്നു ചന്ദ്രബാബു നായിഡു. എന്നാൽ വൈഎസ് ജഗൻമോഹന്റെ പിതാവ് രാജശേഖർ റെഡ്ഡി ആന്ധ്രയിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ പദയാത്രയിൽ ചന്ദ്രബാബു നായിഡുവിന് അടിപതറുകയും അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയും ചെയ്തു. എന്നാൽ രാജശേഖർ റെഡ്ഡി ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സ്വന്തം പാർട്ടി രൂപീകരിച്ച YSR കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിച്ച ജഗൻമോഹൻ റെഡ്ഡി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പിന്നീട് തുടർച്ചയായ 10 വർഷം ജഗൻമോഹൻ റെഡ്ഡിയായിരുന്നു ആന്ധ്ര അടക്കി ഭരിച്ചത്. ആ ജഗൻമോഹൻ റെഡ്ഡിയെ ഒന്നുമല്ലാത്ത രൂപത്തിൽ അപ്രസക്തനാക്കിയുള്ള വിജയമാണ് ഇത്തവണ തെലുഗുദേശം പാർട്ടിക്ക് ആന്ധ്രയിൽ നേടാൻ കഴിഞ്ഞത്. ആ 175 അംഗ നിയമസഭയിൽ 135 സീറ്റുകൾ നേടിയാണ് തെലുഗുദേശം പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തുന്നത്. 4ാം തവണയാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രയുടെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നത്. ആന്ധ്രയും തെലുങ്കാനയും 2 സംസ്ഥാനങ്ങളായി വിഭജിക്കുന്നതിന് മുമ്പാണ് ഏറ്റവും ഒടുവിൽ ചന്ദ്രബാബു നായിഡു ആന്ധ്രയുടെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചതെങ്കിൽ ഇന്ന് ആന്ധ്രയുടെ ഒരു ഭാഗം വിഭജിച്ച് തെലങ്കാന എന്ന് പറയുന്ന പുതിയ സംസ്ഥാനമുണ്ടാക്കി. ഇതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനുശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ 175 മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി YSR കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ വന്നത്. എന്നാൽ ഇത്തവണ 175 135 സീറ്റ് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടിക്ക് തനിച്ച് നേടാൻ കഴിഞ്ഞു. സഖ്യകക്ഷികളായ പവൻ കല്യാണിന്റെ സിനിമാ നടനും സംവിധായകനുമായ പവൻ കല്യാണിന്റെ ജനസേനയ്ക്ക് 21 സീറ്റും BJPക്ക് 8 സീറ്റുമാണ് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മിന്നുന്ന വിജയമാണ് ഈ മുന്നണിക്ക് ലഭിച്ചത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ തെലുഗുദേശം പാർട്ടിയെ അധികാരത്തിലേറ്റിയതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിലയിരുത്തുന്നു. അഴിമതി ആരോപണങ്ങൾ അടക്കം സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായപ്പോൾ YS ജഗൻമോഹൻ റെഡ്ഡി എന്ന ആന്ധ്ര രാഷ്ട്രീയത്തിലെ അതികായകന് അടിപതറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഒരു കാലത്ത് ആന്ധ്ര അടക്കി ഭരിച്ച പിന്നീട് ആന്ധ്രയുടെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് ഏറെക്കുറെ അസ്തമിച്ചെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിധിയെഴുതിയ ചന്ദ്രബാബു നായിഡു ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ആന്ധ്രയുടെ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ 175 135 സീറ്റ് തെലുങ്കുദേശം പാർട്ടി തനിച്ചു നേടുന്നതിനും ആന്ധ്ര ദൃക്സാക്ഷിയായി. ആന്ധ്രയുടെ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള വിജയമാണ് തെലുഗുദേശം പാർട്ടിക്കും ചന്ദ്രബാബു നായിഡുവിനും നേടാൻ കഴിഞ്ഞത്. 4ാം തവണയാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി അധികാര കസേരയിലേക്ക് എത്തുന്നത്. വലിയ വിജയം, വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ തെലുഗുദേശം പാർട്ടിക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. അതിന്റെ പ്രതിഫലനമാണ് നമുക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കാണുന്ന ഈ ആൾക്കൂട്ടത്തിലൂടെ കാണാൻ കഴിയുന്നത്. ആന്ധ്രയിൽ അങ്ങോളം ഇങ്ങോളം പദയാത്രയും സമരയാത്രകളും നടത്തിയാണ് ആന്ധ്രയുടെ ഭരണം 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തെലുങ്കുദേശം പാർട്ടിയുടെ കൈകളിലേക്ക് വീണ്ടും എത്തുന്നത്. പിതാവ് YS രാജശേഖർ റെഡ്ഡി, ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് YS രാജശേഖർ റെഡ്ഡിക്ക് മുന്നിൽ അടിപതറിയ തെലുഗുദേശം പാർട്ടിക്കും ചന്ദ്രബാബു നായിഡുവിനും മകൻ YS ജഗൻമോഹൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് എത്തുമ്പോൾ അതൊരു മധുര പ്രതികാരം കൂടിയാവുകയാണ്. ഒരു കാലത്ത് ആന്ധ്ര അടക്കി വാണിരുന്ന, ആന്ധ്രയുടെ രാഷ്ട്രീയ നിയന്ത്രിച്ചിരുന്ന ചന്ദ്രബാബു നായിഡു 4ാം തവണയും ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുക്കുന്നു. ഈ പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ എത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരുണ്ട്, ദേശീയ സംസ്ഥാന നേതാക്കളുണ്ട്. അതോടൊപ്പം അതിലെല്ലാം ഉപരി വലിയ ജനക്കൂട്ടം, ചന്ദ്രബാബു നായിഡുവിൽ വിശ്വാസമർപ്പിച്ച വലിയ ജനക്കൂട്ടം ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വിജയവാഡയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വൃന്ദ.